ഹായ് ഓൾ, വെൽക്കം ടു എജിസ് അക്കാഡമി. എജിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ സ്റ്റാഫ് നഴ്സ് 2024 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ് എന്താണ് ഇതിന്റെ സിലബസ് എന്നുള്ളതിനെ കുറിച്ച്. കാരണം 70 മാർക്കിന് നമുക്ക് പ്രൊഫഷണൽ എബിലിറ്റി, അതായത് നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റുകളും ബാക്കി 30 മാർക്കിന് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് ജനറൽ നോളജ്, അതായത് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സിലബസിന്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി ഈ ചാനൽ വഴി ലഭിക്കത്തുള്ളൂ. അതുപോലെ ആരെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ആ ഒരു പേജ്, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങേണ്ടുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 17/8/2024. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 16/9/2024. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാം പാറ്റേൺ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 90 മിനിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റുകൾ, ദെൻ ജനറൽ അവയർനെസ്. മാർക്കിംഗ് സ്കീം നമുക്കറിയാം, ജനറൽ PSC പോലെ തന്നെയാണ്. 1 മാർക്ക് നമ്മുടെ റൈറ്റ് ആൻസറിന് ആഡ് ഓൺ ചെയ്യും. അതുപോലെ റോങ് ആൻസർ ആണെങ്കിൽ 0.33 മാർക്ക് മൈനസ് ആവുകയും ചെയ്യും. ഓക്കെ, ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിന്റെ ആ ഒരു മാർക്ക് ഡിവിഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ എബിലിറ്റി 70 മാർക്കിനും ബാക്കി 30 മാർക്കിന്റെ ഡിവിഷനാണ്. ജനറൽ അവയർനെസ് 10 മാർക്ക്, ജനറൽ അരിത്തമെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ദെൻ ജനറൽ സയൻസ് 10 മാർക്ക്. ഈ ജനറൽ സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഇൻ എവരിഡേ ലൈഫ് വരുന്നുണ്ട്. ഈ ജനറൽ സയൻസും ജനറൽ അരിത്തമാറ്റിക്കും നമ്മുടെ 10th ലെവൽ CBSE ലെവൽ, അതായത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പ്രൊഫഷണൽ എബിലിറ്റി നമുക്കറിയാം, നമ്മുടെ PSC പോലുള്ള പരീക്ഷകൾ പങ്കെടുക്കുന്നവർക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച്, ഈ ഒരു ഏരിയയെ കുറിച്ച് അറിയാം, അവയർനെസ് ഉണ്ടാവും. പക്ഷെ തുടക്കക്കാർക്കാണെങ്കിൽ പോലും എജ്യൂസ് അക്കാഡമിയിൽ വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ബേസിക് തൊട്ടേ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡെമോ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാകും. അപ്പൊ എന്താണ് ഈ പ്രൊഫഷണൽ എബിലിറ്റിയിൽ വരുന്ന ഏരിയാസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് കാണുമ്പോൾ അറിയാം. ഫസ്റ്റ് വൺ അനാറ്റമി, ദെൻ ഫിസിയോളജി, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, ദെൻ സൈക്കോളജി, മൈക്രോബയോളജി, സോഷ്യോളജി, ഫാർമക്കോളജി, പത്തോളജി, ജെനറ്റിക്സ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതിൻ്റെ ഉള്ളിൽ അഡൽട്സ് ഇൻക്ലൂഡിംഗ് ജീറിയാട്രിക്സും കൂടെ വരുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, മിഡ്വൈഫറി ആൻഡ് ഒബ്സ്ട്രെട്രിക്കൽ നഴ്സിംഗ്, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാനേജ്മെന്റ് ഓഫ് നഴ്സിംഗ് സർവീസസ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങളുടെ നഴ്സിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എബിലിറ്റിയിൽ വരുന്നത്. PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ ഈ ഒരു ഏരിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ പോലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നോളജ് ഓഫ് കറന്റ് അഫയേഴ്സ്, ദെൻ ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, ഇന്ത്യൻ ജോഗ്രഫി, സ്പോർട്സ്, culture and history of India, then environmental issues concerning India and the world, Indian polity and constitution, Indian economy, books and authors, days and events, government schemes. അപ്പൊ ഈ ഒരു പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എജ്യൂസ് അക്കാഡമിയിൽ ജനറൽ PSC രംഗത്തെ മികച്ച അധ്യാപകരാണ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. ജനറൽ അവയർനെസിന്റെ ക്ലാസ്സുകളുടെ ഒരു ഡെമോ വീഡിയോ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ലിങ്ക് യൂസ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാകും എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലാസ്സുകൾ എടുത്തു പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കയറി കാണാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് നമുക്ക് റീസണിങ് ആണ്. റീസണിങ്ങിന്റെ അകത്ത് ഇത്രയും ടോപ്പിക്സുകളുണ്ട്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മോനോലോഗിസ്, റിലേഷൻഷിപ്പ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, സിലോഗിസം,
കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ജംബ്ലിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ എക്സെട്ര ഇത്രയും ടോപ്പിക്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പേര് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റിയുടെ അത്ര പോലും നിങ്ങൾക്ക് പാടായിട്ട് വരുന്നില്ല. നമ്മൾ ഓരോന്നായിട്ട് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ടും ഇതിൽ നിന്ന് 10 മാർക്ക് 9 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മൾ ഇതിന്റെ കൺസെപ്റ്റും ഇതിന്റെ ബേസിക്സും അറിയണം. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എജ്യൂസ് അക്കാഡമിയിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഓരോന്നോരോ എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഒരു ഈസിനെസ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നമ്മുടെ റീസണിംഗിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ അനലോഗീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിളിലൂടെ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി തരാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, അപ്പൊ വെയിൻ ഈസ് ടു ബ്ലഡ്, വെയിൻ ഈസ് ടു ക്യാരി ബ്ലഡ് ആൻഡ് നെർവ് ഈസ് ടു എന്താണ്? അപ്പൊ നമുക്കറിയാം വെയിനിൽ കൂടെയാണ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ നെർവ് എന്താണ് ക്യാരി ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. വെയിൻ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും നെർവ് ക്യാരി ചെയ്യുന്നത്? സിഗ്നൽ ആയിരിക്കും. വേറെ ഓപ്ഷൻസ് മസിലാണോ? അല്ല. ബ്രെയിൻ ആണോ? അല്ല. സെല്ലാണോ? അല്ല. അപ്പോൾ ഈ ഒരു അനലോഗിയുടെ എന്താണ് അനലോഗി എന്ന് പറയുന്നത്? അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അനലോഗി ഇസ് ജസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 പെയർസ് ഓഫ് വേർഡ്സ്. 2 പെയർസ് ഓഫ് വേർഡ്സിന്റെ റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഈ അനലോഗീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരെ വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റീസണിങ്ങിലെ തന്നെ മറ്റൊരു ഏരിയ നമുക്ക് നോക്കാം. സിലോഗിസം എന്ന് പറയുന്നത്. സിലോഗിസം ഇസ് എ ഫോം ഓഫ് ലോജിക്കൽ റീസണിങ് വെർ എ കൺക്ലൂഷൻ ഈസ് ഡ്രോൺ ഫ്രം 2 പെർമിസസ്. 2 പെർമിസസ് ഉണ്ടാവും. പെർമിസസ് എന്താണെന്ന് നമുക്ക് പറയാം. 2 പെർമിസസ് ഉണ്ടാവും, നിങ്ങൾക്ക് തരും. ആ പെർമിസസിൽ നിന്ന് നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടുക. അതാണ് സിലോഗിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴോട്ട് നോക്കാം. ടിപ്പിക്കലി എ മേജർ പ്രിമൈസ് ആൻഡ് മൈനർ പ്രിമൈസ്. ഒരു മേജർ പ്രിമൈസും ഒരു മൈനർ പ്രിമൈസും കാണും. ആ മേജർ പ്രിമൈസിൽ നിന്നും മൈനർ പ്രിമൈസിൽ നിന്നും നിങ്ങളൊരു ലോജിക്കൽ കൺക്ലൂഷൻ ഡെഡ്യൂസ് ചെയ്ത് എടുക്കുക. അതാണ് സിലോഗിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കൺക്ലൂഷൻ ഈസ് എ ലോജിക്കൽ ഡിഡക്ഷൻ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിമിസസ്. ഈ മൈനർ പ്രിമൈസിൽ നിന്നും ഒരു മേജർ പ്രിമൈസിൽ നിന്നും നിങ്ങളൊരു കൺക്ലൂഷനെ ഡെഡ്യൂസ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ കാണുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു 2 പ്രിമിസ് കാണുമെന്ന് പറഞ്ഞു, മേജറും മൈനറും. അപ്പൊ ഫസ്റ്റ് മേജർ പ്രിമിസ് നിങ്ങൾക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. 2 പ്രിമിസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് കൺക്ലൂഷൻ നിങ്ങൾ ഡെഡ്യൂസ് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ്. എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്. അതാണ് ജനറൽ ആയിട്ടുള്ള ഒരു മേജർ പ്രിമൈസ് എന്ന് പറയുന്നത്. ദ മൈനർ പ്രിമൈസ് ഈസ് എ പെൻഗ്വിൻ ഈസ് എ ബേർഡ്. അപ്പൊ എന്താണ്? പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. മുകളിൽ തന്നിട്ടുള്ളത് എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്. താഴെ തന്നിട്ടുള്ളത് മൈനർ പ്രിമൈസ് എന്ന് പറയുന്നത് പെൻഗ്വിൻ ഈസ് എ ബേർഡ്. പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ട കൺക്ലൂഷൻ എന്ന് പറയുന്നത് therefore a penguin has wings. എല്ലാ പക്ഷികൾക്കും ചിറകുണ്ടെന്ന് പറഞ്ഞു. പെൻഗ്വിൻ ഒരു പക്ഷിയാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇതിൽ നിന്നും വരേണ്ട കൺക്ലൂഷൻ എന്താണ്? പെൻഗ്വിനും വിങ്സ് ഉണ്ട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ ടഫ് ലെവൽ വരുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടഫ് ക്വസ്റ്റ്യനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ആ ഒരു കൺസെപ്റ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലോഗിസം എന്ന് പറയുന്ന ഒരു ഏരിയ നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മേജർ പ്രിമിസ് എന്ന് പറയുന്നത് ഓൾ ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ്. എല്ലാ ഫലങ്ങൾക്കും എന്തുണ്ട്? വിത്തുണ്ട്. മൈനർ പ്രിമിസ് എന്ന് പറയുന്നത് എ ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട്. നമ്മുടെ ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്.
അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മൾ എത്തുന്ന ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? Therefore, a tomato has its ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാൻ മനസ്സിലാവും, വേറെ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ല. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ജനറൽ അരിത്തമാറ്റിക് ആണ്. ഈ ജനറൽ അരിത്തമാറ്റിക്കിന്റെ ടോപ്പിക്കുകൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ 10th ലെവലിലൊക്കെ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയായിരിക്കും. ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്പർ സിസ്റ്റം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ബോർഡ് മാസ്, പെർസെൻറ്റേജ്, ഡെസിമൽസ്, മെൻസുറേഷൻ, ഫ്രാക്ഷൻസ്, എക്സെട്ര എക്സെട്ര. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കണമെങ്കിൽ പോലും നമുക്ക് വളരെ എല്ലാവർക്കും മാത്സിനെ കുറിച്ച് 10th ക്ലാസ് ലെവൽ മാത്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ ടെക്നിക്സും കുറുക്ക് വഴികൾ, എളുപ്പ വഴികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുത്തേ മതിയാകുള്ളൂ. അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ 90 മിനിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയുടെ കുറുക്ക് വഴികൾ, സിമ്പിൾ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജനറൽ സയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ സയൻസിന്റെ അകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, then സയൻസ് ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെന്റൽ സയൻസ്. ഈ ഒരു പോർഷനും നമ്മുടെ 10th ക്ലാസ് 10th ലെവൽ ക്ലാസ്സുകളിൽ വരുന്ന പോർഷൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റാഫ് നഴ്സ് 2024 ആരെങ്കിലും എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എഡ്യൂസ് അക്കാഡമിയുടെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾ കാണാനായി നിങ്ങളുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഓൾറെഡി നമ്മുടെ റെയിൽവേ നഴ്സിംഗിന്റെ സ്റ്റാഫ് നഴ്സിന്റെ ക്ലാസ്സുകൾ എഡ്യൂസ് അക്കാഡമിയിൽ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒത്തിരി 1 ലക്ഷത്തോളം രൂപയിലധികം സാലറി വരുന്ന ഒരു അട്രാക്റ്റീവ് പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി ആയാലും നമ്മുടെ ജനറൽ സയൻസ് ആയാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ബേസിക്സ് തൊട്ടേ എഡ്യൂസ് അക്കാഡമിയിൽ ക്ലാസ്സുകൾ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എഡ്യൂസ് അക്കാഡമിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.